സംസ്ഥാനത്ത് കർശന നിയന്ത്രണങ്ങളുമായി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചതോടെ ലൈസൻസ് നേടാൻ ഇനി കടമ്പകൾ ഏറെ കടക്കേണ്ടി വരും. ഗ്രൗണ്ട് ടെസ്റ്റിൽ പാർക്കിംഗ്, കയറ്റിറക്കങ്ങൾ, വളവുതിരിവുകൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് പുതിയ പരിഷ്കാരം. മെയ് 1 മുതലാണ് പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരിക. പുതിയ മാറ്റങ്ങൾ ഇങ്ങനെയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിൽ സുപ്രധാന തീരുമാനമാണ് ഗ്രൗണ്ട് ടെസ്റ്റ് പരിഷ്കരണം. കാർ ടെസ്റ്റിന് H ഒഴിവാക്കി എന്നതാണ് പ്രധാനമായിട്ടുള്ള തീരുമാനം. Hന് പകരം സിക്സാക് ഡ്രൈവിംഗും നേരെയും ചെരിച്ചും പാർക്ക് ചെയ്യുന്നതും ഉൾപ്പെടുത്തി. കയറ്റിയിറക്കം, റിവേഴ്സ് ടെസ്റ്റിംഗ്, റിവേഴ്സ് സ്റ്റോപ്പ്, ഫോർവേഡ് സ്റ്റോപ്പ് എന്നിവയും ചെയ്യണം. കാർ ലൈസൻസിന് ഓട്ടോമാറ്റിക് വാഹനവും ഇലക്ട്രിക് കാറും പറ്റില്ല. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കേണ്ടത് കാൽപാദം കൊണ്ട് പ്രവർത്തിപ്പിക്കാനാവുന്ന ഗിയർ സെലക്ഷൻ സംവിധാനമുള്ള വണ്ടിയായിരിക്കണം. 99 cc മുകളിലായിരിക്കണം വാഹനം. ഹാൻഡിൽ ബാറിൽ ഗിയർ സെലക്ഷൻ സംവിധാനമുള്ള മോട്ടോർ സൈക്കിൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിച്ചിരിക്കണം. ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് ഡാറ്റ മോട്ടോർ വാഹന വകുപ്പിലെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുകയും ഡാറ്റ 3 മാസം സൂക്ഷിക്കുകയും വേണം. പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ കാലപ്പഴക്കം 15 വർഷമാക്കി. പഴക്കം ചെന്ന വാഹനങ്ങൾ മെയ് 1 മുൻപ് നീക്കം ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പ്രതിദിനം ഒരു IVIയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം 30ആയി നിജപ്പെടുത്തി. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഡ്രൈവിംഗ് സ്കൂളിൽ പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ കാലപ്പഴക്കം 15 വർഷമാക്കി. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട നിയമം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.